നമ്മളൊക്കെ തോറ്റുപോകുന്നത് ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യാത്തത് കൊണ്ടും രണ്ട് കഥ പറയാൻ അറിയാത്തത് കൊണ്ടും. കഥ പറയുക എന്നുള്ളത് നമ്മളെപ്പോഴും സാഹിത്യത്തെ മാറ്റി നിർത്തും, ആർട്ടിനെ മാറ്റി നിർത്തും. പക്ഷെ ഞാനിവിടെ പറയുന്ന കഥയിലെ ഒരു കഥാപാത്രവും ഒരു ആർട്ടിസ്റ്റ് അല്ല, പക്ഷെ അവരൊക്കെ വിദഗ്ധരായ കഥ പറച്ചിലുകാരായിരുന്നു. ഞാൻ ലോകത്തെ മാറ്റിമറിച്ച കുറച്ച് കഥകൾ നിങ്ങൾക്ക് പറയാം. ഈ കഥയാണ് എന്ന് പോലും നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവാത്ത ചില കഥകൾ നമുക്ക് കേൾക്കാം. അപ്പം ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഏത് സാധനത്തെയും ഒരു കോമൺ സെൻസ് കൊണ്ട് അളക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ മുന്നിലുള്ള ഒരു ചോദ്യം. നമ്മൾ ഇന്ന് കാണാത്ത ഒരേ ഒരു സാധനം കോമൺ സെൻസാണ്. എൻ്റെ കീഴിലൊരു 100-150 സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റാഫ് ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ഞാൻ അയാളുടെ മുന്നിൽ ആകെ ശ്രദ്ധിക്കുക ഇയാൾക്ക് കോമൺ സെൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അയാൾ IIT കാരനാണോ എന്നുള്ളതല്ല, അയാൾ IEM കാരനാണോ എന്നുള്ളതല്ല, നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പം ഞാൻ കുറച്ച് കഥകൾ പറയാം. ആ കഥകൾ നിങ്ങൾ കേട്ടിട്ടുള്ള കഥകളാണ്. ഞാൻ പറയുന്ന ഒരു കഥയും നിങ്ങൾ കേൾക്കാത്ത കഥയല്ല. ഞാൻ 2 ആപ്പിളിൻ്റെ കഥ പറയാം. പണ്ടൊരിക്കൽ വളരെ പ്രസിദ്ധനായ, അന്ന് പ്രസിദ്ധനല്ലാത്ത ഒരാൾ ഒരു ആപ്പിളിൻ്റെ ചുവട്ടിൽ, ഒരു ആപ്പിൾ ചെടിയുടെ ചുവട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ അയാളുടെ തലയിൽ, മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണ പോലെ ഒരു ആപ്പിൾ വീണു. മോങ്ങാനിരുന്ന നായയുടെ തലയിൽ ഒരുപാട് തേങ്ങ വീണിട്ടുണ്ട്. അപ്പോഴൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഉണ്ടോ? അങ്ങനെ ഒരാളുടെ തലയിൽ, ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ശരിക്കും ആപ്പിൾ വീണിട്ടുണ്ടോ? ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ശരിക്കും ആപ്പിൾ വീണിട്ടുണ്ടോ? ഈ കഥ നിങ്ങൾ സ്കൂളിൽ കേട്ടിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും 50 വയസ്സുള്ളവരും 40 വയസ്സുള്ളവരും 20 വയസ്സുള്ളവരും ഈ ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണു എന്ന് കേട്ടിട്ടുണ്ട്. ഒരു സാധ്യതയില്ല ആപ്പിളിൻ്റെ അടിയിൽ പോയ ഒരാളിരിക്കാൻ. കാരണം ആപ്പിൾ ജാതിമരം പോലെ ഉയരമുള്ള മരമൊന്നല്ല, ഭയങ്കര താന്ന് നിൽക്കുന്ന. ആപ്പിൾ മരം കണ്ടിട്ടുള്ളവർക്കറിയാം, ആപ്പിളിൻ്റെ അടിയിൽ വിശാലമായിട്ടുള്ള സ്ഥലമൊന്നുമില്ല, നമ്മുടെ കാപ്പിച്ചെടിയുടെ ഉയരേ ഉണ്ടാവുള്ളൂ. ആപ്പിളിൻ്റെ അടിയിൽ പോയിട്ട് കസേരയിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല. ഇതൊരു കഥയാണ്. വലിയൊരു സയൻസ് തിയറി പറയാൻ, അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച ഒരു കഥ മാത്രമാണ് ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണു എന്നുള്ളത്. ഇതിനേക്കാൾ സിമ്പിളായിട്ട് എങ്ങനെ ഒരു തിയറി അവതരിപ്പിക്കും? ഇതാണ് ഐസക് ന്യൂട്ടൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. രണ്ടാമത്തെ ആപ്പിള് കുറച്ചുകൂടി പഴക്കമുള്ള ആപ്പിളാണ്. ആ ആപ്പിൾ അതെന്ന് ഇവിടെ ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? 2 ആപ്പിളുകളാണ് കഥയിൽ പ്രസിദ്ധമായിട്ടുള്ളത്. രണ്ടാമത്തെ ആപ്പിൾ ഏതാണെന്നറിയോ? രണ്ടാമത്തെ ആപ്പിള് പണ്ട് ദൈവം 2 മനുഷ്യരെ ഉണ്ടാക്കി, ആദം ഹവ്വ എന്നാണ് പേര്, അല്ലേ? അതിൽ അവിടെ ഒരു പാമ്പ് വന്നു. പാമ്പ് പറഞ്ഞു, ഈ ആപ്പിൾ അടിപൊളിയാണ്, ഈ ആപ്പിൾ കഴിക്കരുതെന്ന് ദൈവം ആരോട് പറഞ്ഞിട്ടുണ്ട്? ഇവരോട് പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് പേടിയാണ് കഴിക്കാൻ. അപ്പോൾ ഈ പാമ്പ് വന്ന് ഇവരോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ദൈവം നിങ്ങളോട് ഈ ആപ്പിൾ കഴിക്കരുതെന്ന് പറഞ്ഞത്? അതിന് കാരണം, ഈ ആപ്പിൾ കഴിച്ചാൽ നിങ്ങളും ദൈവത്തെ പോലെ ആവും. അങ്ങനെ ആവുമെങ്കിൽ പിന്നെ ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ആപ്പിൾ കഴിച്ചു. അങ്ങനെ നമ്മൾ പാലും തേനും ഒഴുകുന്ന സ്വർഗരാജ്യത്ത് നിന്ന് അന്ന് മുതൽ പുറത്തായി. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന മുഴുവൻ കഷ്ടപ്പാടിനും, ക്ലാസ്സിൽ ടീച്ചർ അടിക്കുന്നതിന് വരെ കാരണം അവരാ, ഏത് ഈ ആപ്പിൾ കഴിച്ചത്. ഇത്ര സുന്ദരമായിട്ട് നമ്മളുടെ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവുമ്പോൾ, സ്വർഗമല്ല ഇത് വെറും നരകമാണെന്ന് തോന്നുമ്പോൾ, ഇത്ര സുന്ദരമായ ഒരു കഥയിലൂടെ പാപം എന്താണ് എന്ന് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഇത്തരം ഒരു കഥയിലൂടെ തിരിച്ച് നിങ്ങളെക്കുറിച്ച് പറയാൻ പറ്റും. ഇവിടെയാണ് നിങ്ങളൊരാളുടെ മുന്നിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, നിങ്ങളൊരു കഥ പറയാൻ പോകുമ്പോൾ, നിങ്ങളൊരാളെ കാണാൻ പോകുമ്പോൾ, നിങ്ങളൊരാളോടൊരു കാര്യം പ്രസൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ, ഇത്ര സിമ്പിളായൊരു കഥയിലൂടെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഇഷ്യൂ പറയാൻ പറ്റുന്നു. അതാണ് ദി ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് സിമ്പിളായിട്ട് പറയാം. ഇത് 2 വലിയ ഇന്നോവേഷനാണ്, പക്ഷേ എത്ര സിമ്പിളായി അവതരിപ്പിച്ചിരിക്കുന്നു.